ഹലോ എവരിവൺ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും നല്ലൊരു പ്രഭാതം നേരുന്നു. ഹലോ ഫ്രണ്ട്സ്, ശുഭപ്രഭാതം. അപ്പം ഞങ്ങളുടെ മോർണിംഗ് വാക്ക് ഞങ്ങൾ ഇറങ്ങിയതാണ്. അതെ, ഇന്ന് നമുക്ക് വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു പുസ്തകമുണ്ട്. ഏതാണെന്നറിയാം? ആൽക്കമിസ്റ്റ്. യെസ്, പൗലോ കൊയ്ലോയുടെ. പൗലോ കൊയ്ലോയുടെ. ഓക്കെ, ആൽക്കമിസ്റ്റ് പൗലോ കൊയ്ലോ എഴുതിയതാണ്. അതിൽ ഏറ്റവും ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു വേർഡുണ്ട്. എന്താണ് വേർഡല്ല, എന്താണ് പറയുന്നത്? അദ്ദേഹം എന്ത് പറയുന്നത്? When you want something, all the universe conspires in helping you to achieve it. നിങ്ങൾ ഒരു കാര്യം തീരുമാനം എടുക്കുകയല്ല. When you want something, നമ്മൾ ഒരു കാര്യം ഭയങ്കരമായി ആഗ്രഹിച്ചാൽ പ്രപഞ്ചം അതിനു വേണ്ടി ഗൂഢാലോചന ചെയ്യും. വേണ്ട ഗൂഢാലോചനകളൊക്കെ നടത്തുള്ളൂ അല്ലേ? അപ്പോൾ ദാറ്റ് ഈസ് എ ഫേമസ് കോട്ടിൻ എവിടെയാണ്? ആൽക്കമിസ്റ്റ്. അപ്പം നമ്മൾ ഇത് വെച്ചൊരു സിനിമയൊക്കെ കണ്ടിട്ടു. സിനിമയൊക്കെ ഉണ്ടല്ലേ? ഉണ്ട്. ആൽക്കമിസ്റ്റിൻ്റെ വെച്ച് സിനിമയുണ്ട്. അത് മലയാളത്തിൽ റീസെൻ്റിലേക്ക് വന്നതാണ്. അല്ലാതെ തന്നെ നമ്മളിത് യൂഷ്വലി പറയുന്ന ഒരു കൂട്ടുമാണ് അല്ലേ? അതെ. അപ്പോൾ ഇതിൽ ഒരു കഥാപാത്രമുണ്ട്. ആ കഥ നിനക്ക് ഓർമ്മയുണ്ടോ? എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ പയ്യന്? സാന്റിയാഗോ എന്ന് തോന്നുന്നു. ആ ബാലൻ എന്ത് ചെയ്തോണ്ടിരിക്കുകയാണ്? അവനൊരു ഇടയബാലനാണ്, പക്ഷെ അവന്റെ തെരഞ്ഞു നടക്കുക. അതെ അതെ, അവന്റെ സ്വപ്നത്തിനെ തുടർന്ന് അവൻ യാത്ര ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. അവൻ എന്തോ അന്വേഷിച്ച് പോവുകയാണ്. എന്തോ ഒരു വലിയ സംഭവം, ഒരു നിധി അവന് കിട്ടുമെന്ന് പറഞ്ഞ് അന്വേഷിച്ച് നടക്കുക അല്ലേ? അതെ. ഓക്കെ, അപ്പോൾ അങ്ങനെ അതിനകത്തിൽ ആ ഒരു പുസ്തകം ഫുൾ വായിച്ചു കഴിയുമ്പോൾ അവസാനം നമുക്ക് മനസ്സിലാകും ആ നിധി എവിടെ തന്നെയാണ്, നമ്മളിൽ തന്നെയാണ് ആ നിധി ഉള്ളതെന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റും. അപ്പോൾ ആ പുസ്തകം നമുക്ക് തരുന്ന കുറേ മോട്ടിവേഷൻസ് ഉണ്ട്. അതായത് കുറേ കാര്യങ്ങൾ നമ്മളെ ആ ഒരു കഥ അല്ലെങ്കിൽ ആൽക്കമിസ്റ്റിൻ്റെ ആ പുസ്തകം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഒന്ന് പറയുന്നത് സ്വപ്നം കാണുക. നമ്മളെല്ലാം എന്ത് ചെയ്യണം? ഡ്രീം ചെയ്യണം. ഡ്രീം ചെയ്യണം. അപ്പോൾ അവൻ്റെ ഡ്രീമിൻ്റെ പുറകെയാണ് പോയത്. അവനൊരു നിധി കണ്ടെത്തുന്ന ഡ്രീം. അവസാനം അതിൽ നിന്ന് അവൻ വലിയൊരു കൺക്ലൂഷനിൽ എത്തിച്ചേരുകയാണ്. ഓക്കെ, അപ്പം നമ്മൾ എന്ത് ചെയ്യണം? സ്വപ്നം കാണണം. നമ്മുടെ ഡോക്ടർ APJ അബ്ദുൽ കലാം മരിച്ചുപോയ നമ്മുടെ രാഷ്ട്രപതിയൊക്കെ ആയിരുന്ന ഡോക്ടർ APJ അബ്ദുൽ കലാം എന്തായിരുന്നു പറഞ്ഞേ? സ്വപ്നം കാണുന്ന എങ്ങനത്തെ സ്വപ്നം കാണണമെന്ന് പറഞ്ഞേ? ഉറങ്ങുമ്പോൾ കാണുന്നതല്ല കനവ്, ഉറക്കം നമ്മുടെ ഉറക്കം കെടുത്തുന്നതാണ് സ്വപ്നം എന്ന് പറയുന്നത്. അപ്പം അങ്ങനെ സ്വപ്നം കാണാനായിട്ട് പഠിക്കണം. നമ്മുടെ ഉറക്കം കെടുത്തുന്ന സ്വപ്നം. ഉറങ്ങാൻ കിടന്നാലും എന്ത് ചെയ്യണം? എനിക്ക് ഇന്നൊരു സ്വപ്നമുണ്ട്, ഇന്നൊരു ആഗ്രഹമുണ്ട്, അതിനുവേണ്ടി വർക്ക് ചെയ്യണം. അങ്ങനെയുള്ളവർക്ക് അങ്ങനെ പെട്ടെന്ന് ഉറങ്ങാൻ പറ്റുമോ? ഇല്ല. അത് ഉറങ്ങാൻ കിടന്നാൽ ഉറക്കം വരും. അവർ വീണ്ടും ചാടി എണീച്ച് അവരുടെ സ്വപ്നം സാക്ഷാത്കരിക്കാൻ വേണ്ടി വർക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കും. അപ്പോൾ ഇതാണ് ആദ്യം ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നൊരു പോയിന്റാണ്, സ്വപ്നം കാണണം. ഓക്കെ, ജീവിതത്തിൽ വിജയത്തിൽ എത്തണമെങ്കിൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? ഒരു സ്വപ്നം കാണണം. നമുക്ക് ഡ്രീം ഉണ്ടായിരിക്കണം. അതായത് നമുക്ക് ഓരോരുത്തർക്കും അവരുടെ ജീവിതത്തിൻ്റെ ഒരു ലക്ഷ്യമുണ്ടായിരിക്കും. നമ്മൾ ഈ ലോകത്ത് ജീവിച്ചിരിക്കുന്നതിന് എന്തെങ്കിലും ഒരു ലക്ഷ്യമുണ്ടായിരിക്കണം. അതെ. അപ്പോൾ ആ ലക്ഷ്യത്തിന് വേണ്ടിയായിരിക്കണം നമ്മൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കേണ്ടത്? ഈച്ച് ആൻഡ് എവറി സെക്കൻഡ് എന്ത് ചെയ്യേണ്ടത്? വർക്ക് ചെയ്തുകൊണ്ടിരിക്കേണ്ടത്. അപ്പോൾ സ്വപ്നം കാണണം. ആ സ്വപ്നം ആയിരിക്കണമല്ലോ നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. അതെ, ആദ്യം ഒരു സ്വപ്നം ഉണ്ടായിരിക്കണം. അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? ആദ്യമായി അതിന് വേണ്ട ചുവടെടുക്കണം. ചുവടെടുക്കണം. അത് എത്ര വലുതായ ലക്ഷ്യമാണെങ്കിലും അല്ല എത്ര വലുതായ സ്വപ്നമാണെങ്കിലും അതിനു വേണ്ടി ആദ്യം ചുവടുകൾ വെക്കണം. അപ്പം ചുവടുകൾ വെക്കുമ്പോൾ ചെറിയ ചുവടുകളായിരിക്കും നമ്മൾ ആദ്യം വെക്കുന്നത്. അപ്പോൾ ഓരോ ചെറിയ ചുവടുകളും എന്തായി മാറും? ഒരു വലിയ ലക്ഷ്യത്തിലേക്കുള്ള ഓരോ ദിവസവും. ഇപ്പം ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ നമ്മൾ ഓരോ ദിവസവും നമുക്കൊരു ലക്ഷ്യമുണ്ടല്ലോ, ആ ലക്ഷ്യത്തിന് വേണ്ടി നമ്മൾ എന്തെങ്കിലും ചെയ്തിരിക്കണം. ഓരോ ദിവസവും കഴിഞ്ഞ ദിവസത്തേക്കാണ് പെർഫെക്റ്റ് ആയിക്കൊണ്ട് മീൻസ് ഒരു പെർസെൻറ്റേജ് ബെറ്റർ ആയിക്കൊണ്ടിരിക്കുക. ഓരോ ദിവസവും അടുത്ത ദിവസവും എല്ലാ ദിവസവും ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന നമ്മുടെ ലക്ഷ്യത്തിന് വേണ്ടി വർക്ക് ചെയ്തുകൊണ്ടിരുന്ന നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? തുടർച്ചയായി ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നമ്മളിങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന കൺസിസ്റ്റൻസ്ലി വർക്ക് ചെയ്തുകൊണ്ടിരുന്ന എന്ത് സംഭവിക്കും? നമുക്ക് നമ്മുടെ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാനായിട്ട് സാധിക്കും. അപ്പോൾ അതാണ് ഒരു പോയിന്റ്. ഇനി അടുത്തത്, നമ്മൾ ഈ ഓരോ ചുവടുകൾ വെക്കുമ്പോഴും ചിലപ്പോൾ തടസ്സങ്ങളുണ്ടാകും. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നിങ്ങൾ എല്ലാ ദിവസവും വായിക്കണം, നിങ്ങളുടെ ലക്ഷ്യങ്ങളിൽ എത്തിച്ചേരാൻ വേണ്ടി വായന വേണം എന്നിരിക്കട്ടെ. അപ്പം എല്ലാ ദിവസവും കൃത്യമായിട്ട് എഴുന്നേൽക്കുക. ഒരു ദിവസം നല്ല മഴ, ഒരു ദിവസം ഇച്ചിരി ലേറ്റായിട്ട് കിടന്നുകൊണ്ട് നേരത്തെ രാവിലെ എണീക്കാൻ വേണ്ടി പറ്റുന്നില്ല.
രാവിലെ നമ്മൾ ചെയ്യുന്ന കൃത്യങ്ങളൊന്നും കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റുന്നില്ല. നമ്മുടെ ലക്ഷ്യത്തിന് വേണ്ടി ഇപ്പോൾ ഒരു വായനാശീലമായിരിക്കും. അപ്പോൾ ആ വായിക്കാനുള്ള അവസരം ചിലപ്പോൾ നമുക്ക് ഇല്ലാതായി പോയെന്നിരിക്കാം, നഷ്ടപ്പെട്ടു പോയെന്നിരിക്കാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അടുത്ത ദിവസം ആകട്ടെ എന്ന് വിചാരിച്ച് അതിനെ മാറ്റി വെക്കും. അപ്പോൾ തടസ്സങ്ങൾ പലതും ഉണ്ടാകും ജീവിതത്തിൽ. തടസ്സങ്ങൾ ഉണ്ടായെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ആ ലക്ഷ്യത്തിലെത്താൻ വേണ്ടിയുള്ള കാര്യം എന്ത് ചെയ്യരുത്? മാറ്റി വെക്കരുത്. അപ്പം തടസ്സങ്ങളെ ഭയക്കരുത്. ചില ദിവസങ്ങൾ വലിയ ബുദ്ധിമുട്ടുകൾ നമുക്ക് വരാം. ആ ബുദ്ധിമുട്ടുകളെയൊക്കെ എന്ത് ചെയ്യണം? ബുദ്ധിപരമായി നേരിടണം. മനസ്സിലായോ? അപ്പോൾ ഓരോ ബുദ്ധിമുട്ടുകളും അല്ലെങ്കിൽ ഓരോ വിഷമിപ്പിക്കുന്ന പ്രതിസന്ധികളും നമുക്ക് ഓരോ എക്സ്പീരിയൻസാണ് നൽകുന്നത്, വലിയ ഒരു പാഠമാണ് നൽകുന്നത്. അപ്പോൾ ആ പാഠത്തിൽ നിന്ന് നമ്മൾ പുതിയ അറിവുകൾ നേടി വീണ്ടും നമ്മുടെ ലക്ഷ്യത്തിലേക്ക് കുതിച്ചുകൊണ്ടേയിരിക്കണം. ഓക്കെ, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. യെസ്. ഇനി നമ്മൾ നമ്മുടെ ഈ സ്വപ്നത്തിൽ എത്തിച്ചേരാൻ വേണ്ടി ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് അതിന് ലക്ഷ്യമുണ്ടാകണം. ആ ലക്ഷ്യത്തിന് വേണ്ടി ഓരോ ചുവടുവെപ്പുകൾ വെക്കണം. അതെ, എല്ലാ ദിവസവും അതിന് വേണ്ടി ചുവടുവെപ്പ് നടത്തണം. പക്ഷെ കൃത്യമായി നമ്മൾ ആ ചുവടുവെപ്പുകൾ വെക്കുമ്പോൾ എന്ത് സംഭവിക്കും? ഇടയ്ക്ക് തടസ്സങ്ങൾ വരും അല്ലേ? അപ്പോൾ ഇടയ്ക്ക് ആ ചൂടിലൊന്ന് ചെറിയ തെറ്റോ ആ തടസ്സങ്ങളെ എല്ലാം നമ്മൾ എന്ത് ചെയ്യണം? മറികടന്ന് അതിനെ ഒരു വിജയത്തിലേക്ക് എത്താനുള്ള ഒരു സ്പിരിറ്റായി എടുത്ത് മുമ്പോട്ട് പോകണം. അവിടെ നിർത്തിയായിരിക്കരുത് ചെയ്യുന്നത്, മറിച്ച് അവിടുന്ന് സക്സസ്സിലേക്ക്. അതുകൊണ്ട് തടസ്സങ്ങളെ നമ്മൾ എന്ത് ചെയ്യരുത്? ഭയക്കരുത്. തടസ്സം എല്ലാവരുടെയും ജീവിതത്തിൽ ഉണ്ടാകുന്നതാണ്. അതിനെയൊന്നും നമ്മൾ എന്ത് ചെയ്യരുത്? ഭയക്കരുത്. അപ്പോൾ അതേപോലെ തന്നെ നമ്മൾ സ്വപ്നത്തിനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഒത്തിരി ത്യാഗം ചെയ്യേണ്ടി വരും. ഞാൻ പറഞ്ഞില്ലേ, ഇപ്പം നമ്മൾ എല്ലാവരും ഇപ്പോൾ അവധിയായി എല്ലാവരും സുഖമായിട്ട് കിടന്ന് രാവിലെ കിടന്ന് ഉറങ്ങുന്നു. നമുക്കും കിടന്നുറങ്ങാം അല്ലേ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അന്ന് കുറച്ച് ത്യാഗമൊക്കെ ചെയ്യേണ്ടി വരും അല്ലേ? നമ്മുടെ ഉറക്കം ആ കറക്റ്റ് സമയം ഉറങ്ങി തീരാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ഉറങ്ങണമെന്ന് തോന്നുന്നു. ഇത്രയും ദിവസം പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, രാവിലെ എണീച്ചൊക്കെ പഠിക്കണമായിരുന്നു. ഇപ്പോൾ അവധി സമയമായപ്പോൾ എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല എന്നൊക്കെ ചിലപ്പോൾ വിഷമം തോന്നും അല്ലേ? പക്ഷേ അതൊക്കെ ഓരോ ത്യാഗങ്ങളാണ്. അപ്പോൾ ആ ത്യാഗങ്ങൾ തീർച്ചയായിട്ടും സക്സസ്സിൽ അല്ലെ സ്വപ്നത്തിൽ നമ്മൾ ഡ്രീമിൽ എത്തിച്ചേരണമെങ്കിൽ എന്ത് ചെയ്യണം? പല ത്യാഗങ്ങളും നമ്മൾ സഹിക്കേണ്ടി വരും നമ്മുടെ സ്വപ്നത്തിലെത്താൻ വേണ്ടി. അതെ അതെ. പിന്നെ വേറൊരു പ്രത്യേകത, നമ്മുടെ ഡ്രീമാണല്ലോ നമ്മൾ സാക്ഷാത്കരിക്കാൻ വേണ്ടി പോകുന്നത്. അതെ. അപ്പം നമ്മൾ നമ്മുടെ ഹൃദയത്തിൻ്റെ ശബ്ദം നമ്മൾ കേൾക്കണം. ഡ്രീമിൽ എത്തിച്ചേരാൻ വേണ്ടി ഹൃദയത്തിൻ്റെ, അതായത് നമ്മൾ എല്ലാ ദിവസവും പറയില്ലേ, യൂഷ്വലി നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ രാവിലെ എണീച്ചിട്ട് കുറച്ച് നേരം ബൈബിൾ വായിക്കുകയോ എന്തെങ്കിലുമൊക്കെ ചെയ്യുക, അതിനുശേഷം എന്തെങ്കിലും പുസ്തകം വായിക്കും, അല്ലെങ്കിൽ കുറച്ച് നേരം ധ്യാനിക്കും അല്ലേ? അങ്ങനെ മെഡിറ്റേഷൻ ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. അപ്പോൾ ഈ സമയത്തൊക്കെ നമ്മൾ എന്താ ചെയ്യുക? നമ്മളോട് തന്നെ സംസാരിക്കുകയാണ്, അല്ലെങ്കിൽ നമ്മുടെ ഹൃദയം നമ്മളോട് സംസാരിക്കുകയാണ്. അപ്പം നമ്മളുടെ ഹൃദയം പറയുന്ന അനുസരിച്ച് വേണം നമ്മൾ മുമ്പോട്ട് പോകാൻ. എന്തായാലും നമുക്ക് സക്സസ് എന്നൊരു ലക്ഷ്യമാണല്ലോ ഉള്ളത്. അതെ, അല്ലാതെ മറ്റാരെയോ കാണിക്കാനായിട്ടോ എന്തോ മറ്റുള്ളവരുടെ അതുപോലെ തന്നെ മറ്റുള്ളവരുടെ ഉപദേശം കേൾക്കാനോ, അല്ലെ നമുക്കാണ് നമ്മുടെ ലക്ഷ്യത്തിലല്ലേ നമുക്ക് എത്തിച്ചേരേണ്ടത്, നമ്മുടെ സ്വപ്നത്തിലല്ലേ നമുക്ക് എത്തിച്ചേരേണ്ടത്. അപ്പം മറ്റുള്ളവർ പറഞ്ഞ് കേട്ട് നമ്മൾ നീ എത്ര നാൾ അതിന് വേണ്ടി കഷ്ടപ്പെടേണ്ടി വരും, നീ അങ്ങനെ ചെയ്യേണ്ടി വരും, നിനക്ക് ഇതിൻ്റെ വല്ല ആവശ്യമുണ്ടോ, ഇങ്ങനെയൊക്കെയുള്ള ചിലർ നമുക്ക് തടസ്സങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി വരും. അപ്പം നമ്മുടെ ഹൃദയം, അതായത് നമ്മുടെ ഹൃദയമല്ലേ ഈ സ്വപ്നം കണ്ടതും അത് സാക്ഷാത്കരിക്കണം, നമ്മുടെ ഹൃദയത്തിനല്ലേ കൂടുതൽ ആഗ്രഹം. അതെ അതെ. അപ്പോൾ നമ്മുടെ ഹൃദയത്തിൻ്റെ ശബ്ദം മറ്റുള്ളവർക്ക് കേൾക്കാൻ പറ്റില്ല അല്ലേ? അപ്പോൾ അത് സാക്ഷാത്കരിക്കേണ്ടത് നമ്മുടെ അത്യാവശ്യം. അപ്പോൾ ഒരിക്കലും നമ്മൾ എന്ത് ചെയ്തിട്ട് തെറ്റിലേക്ക് പോകില്ല. ഒരു ഡ്രീം ഉള്ളവന് അത് സാക്ഷാത്കരിക്കാൻ വേണ്ടി ഒരിക്കലും, ഡ്രീം മീൻസ് സക്സസ് എന്നുള്ള കൺസെപ്റ്റാണ്. ഉറങ്ങുമ്പോൾ കാണുന്ന ഡ്രീം അല്ല കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ള ഒരുത്തന് ഒരിക്കലും മറ്റുള്ളവർ പറയുന്നത് കേൾക്കാനോ അല്ല മറ്റുള്ളവരുടെ ഡിസ്റ്റർബൻസിൽ എത്തിച്ചേരാനോ ശ്രമിക്കുകയില്ല. ഓക്കെ, ദാറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പം നമ്മുടെ ഹൃദയത്തിൻ്റെ ശബ്ദമാണ് നമ്മൾ കേൾക്കേണ്ടത്. ഇനി നമ്മൾ ഈ ലക്ഷ്യത്തിന് വേണ്ടി അല്ലെ ഈ സ്വപ്നത്തിന് വേണ്ടി യാത്ര ചെയ്യുമ്പോൾ ആ പോകുന്ന വഴി കറക്റ്റ് ആയിരിക്കണം, അല്ലെങ്കിൽ നമ്മളെന്നും സ്വപ്നം കണ്ടുകൊണ്ട് നടക്കും അല്ലേ? അപ്പം കൃത്യമായ വഴികളിൽ കൂടെ വേണം നമ്മൾ യാത്ര ചെയ്യാൻ. അപ്പം വളരെ ഇമ്പോർട്ടൻറ്റ്. പിന്നെ നമ്മൾ അവസരങ്ങളെ തിരിച്ചറിയണം. അതായത് ഒരവസരം കിട്ടിയാലും നമ്മൾ എന്ത് ചെയ്യരുത്? ഉപേക്ഷിക്കരുത്. അപ്പോൾ ഒരു ചെറിയ അവസരമായിരിക്കും, ആ ചെറിയ അവസരത്തെ പോലും നമ്മൾ എന്തെങ്കിലും, ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, നമുക്കൊരു അവസരം കിട്ടും ഒരിടം വരെ പോകാൻ, അല്ലെങ്കിൽ ഒരു പരിപാടി പങ്കെടുക്കാൻ ഒക്കെ ഒരു അവസരം കിട്ടും. നമ്മൾ ആരാണെന്ന് മറ്റുള്ളവരെ ഷോ ചെയ്യാൻ, നമ്മുടെ അറിവുകളെ
അല്ലെങ്കിൽ നമ്മുടെ നന്മകളെ മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കുക. അതിന്റെ ബെനിഫിഷ്യൽ എന്തോന്നറിയാമോ? നമ്മളിപ്പോൾ ഒരു പരിപാടിക്ക് നമ്മളെ ഇപ്പോൾ ഒരാളൊരു പരിപാടിക്ക് വിളിക്കുകയാണ്, ഒരു ഗസ്റ്റായിട്ടോ അല്ലെങ്കിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ടോ വിളിക്കുകയാണ്. അതെങ്ങനെ അവിടെ മാനേജ് ചെയ്യുന്നു, അല്ലെങ്കിൽ എങ്ങനെയാണോ നിങ്ങളുടെ കഴിവ് അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്, ചിലപ്പോൾ ദാറ്റ്സ് നോട്ടബിൾ ആക്കാൻ നിങ്ങൾക്ക് സാധിച്ചു കഴിഞ്ഞാൽ അത് വലിയൊരു അച്ചീവ്മെന്റ് ആയിരിക്കും. അത് തന്നെയല്ല ആൾക്കൂട്ട് നമ്മളിപ്പോൾ നമുക്കൊരു അവസരം കിട്ടുമ്പോൾ മറ്റുള്ളവർ നമ്മളെ തിരിച്ചറിയും. അതെ, അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഒരു സിനിമ കാണാൻ പോയല്ലേ നമ്മളൊരുമിച്ച്, പപ്പ ഇല്ലായിരുന്നു. ഞാനെന്ത് വിചാരിച്ചു ഓണാവധിയല്ലേ ഇനി പപ്പ വന്നിട്ട് പപ്പായ ബുദ്ധിമുട്ടി, പപ്പയ്ക്ക് ഇഷ്ടമല്ല അത്രയും മണിക്കൂർ ഇരിക്കുന്നത്. അപ്പോൾ പപ്പ ഞങ്ങളോട് പറഞ്ഞു നിങ്ങൾ വേഗം കണ്ടോളാം എപ്പോഴും പറയും. അപ്പം ഞാൻ വിചാരിച്ചെന്ന് തുടക്കമാണ്. അപ്പോൾ എന്തായാലും അത് കഴിഞ്ഞു, ആ കലാപരിപാടി കഴിഞ്ഞു. ഇനി നമുക്ക് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞ പോലെ നമ്മുടെ കാര്യങ്ങൾ അച്ചീവ് ചെയ്യാനായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കും. പിന്നെ പപ്പ ഫ്രീ ആകുമ്പോൾ നമുക്ക് എവിടെയെങ്കിലും യാത്രയൊക്കെ പോകണം. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ പ്ലാൻ. അപ്പം നമ്മുടെ പ്ലാൻ ഇതൊക്കെയാണ്. അപ്പം എന്താ ചെയ്യണമെന്ന് ചോദിച്ചാൽ നമ്മൾ ഓരോ അവസരങ്ങളെയും തിരിച്ചറിയണം. അപ്പോൾ ജീവിതത്തിൽ കിട്ടുന്ന ഒരു ചെറിയ അവസരം പോലും നമ്മൾ എന്ത് ചെയ്യല്ലോ, കളയരുത്. വെരി ഇമ്പോർട്ടൻറ്റ്. അത് നമ്മളെ ശക്തരാക്കും. മനസ്സിലായി? അവിടെ ഒന്ന് നല്ല റിലേഷൻഷിപ്സ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അല്ലെങ്കിൽ നമ്മളെ മറ്റുള്ളവർ ഐഡന്റിഫൈ ചെയ്യും. ഇപ്പം ഫോർ എക്സാമ്പിൾ നിയ, സാറ, നെൽസൺ ഒരു കൂട്ടത്തിൽ നിന്ന് മറ്റുള്ളവർ നമ്മളെ ലീഡറും കാര്യങ്ങളൊന്നുമില്ല. അതൊക്കെ അങ്ങനെയാണ്. ഒത്തിരി പ്രാവശ്യം കാണുമ്പോഴാണ് അവർ ലീഡറായി മാറുന്നത്. അല്ല ഒരു പ്രാവശ്യം ഒന്നും കൊണ്ടൊന്നും ആർക്കും എന്താകാൻ പറ്റത്തില്ല, ലീഡറായി പറ്റത്തില്ല. അപ്പോൾ നമ്മൾ എന്തവസരം കിട്ടിയാലും അത് യൂട്ടിലൈസ് ചെയ്യണം. കുറച്ച് കഴിയുമ്പോൾ ഇപ്പം നമുക്ക് ചിലപ്പോൾ ചേച്ചി കൂടെ കാണും, കുറച്ച് കഴിയുമ്പോൾ ചേച്ചിയും കൂട്ട് കാണില്ല, ചേച്ചിയുടെ സ്വപ്നങ്ങളിലേക്ക് പറന്നു പോകും. അപ്പം മോൾ തന്നെ ആകുമ്പോഴും എവിടെ ചെന്നാലും എന്ത് ചെയ്യണം, മറ്റുള്ളവർ ഐഡൻറ്റിഫൈ ചെയ്യുക. ഇത് നിയ സാറ നെൽസൺ ആണെന്നും ഇന്നതിൻ്റെ ഇന്ന ആളാണെന്നും ഒക്കെ. അല്ല നിയ സാറ നെൽസൺ അത് ഏത് വെച്ചാൽ ഞാൻ കണ്ടിട്ടില്ലല്ലോ എന്ന് പറയാം ഇടവരുത്തത്. അപ്പോൾ ഈച്ച് ആൻഡ് എവറി സെക്കൻഡിലുള്ള അവസരങ്ങളെ നമ്മൾ എന്ത് ചെയ്യണം, കൃത്യമായിട്ട് ഉപയോഗിക്കണം. പിന്നെ നമുക്ക് വേണ്ട വേറൊരു വലിയ കാര്യമാണ്, നമുക്ക് ക്ഷമ വേണം. പേഷ്യൻസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ക്ഷമയും സ്ഥിരതയും വേണം. മനസ്സിലായ? അത് കറക്റ്റായി കൺസിസ്റ്റൻ്റായി കൊണ്ടുപോകാൻ വേണ്ടി, നമ്മുടെ ഒരു ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും കൺസിസ്റ്റൻ്റായി ചെയ്യണം. അല്ല ഒരു ദിവസം രാവിലെ എണീച്ചു ബൈബിൾ വായിച്ചു, മെഡിറ്റേഷൻ ചെയ്തു, പുസ്തകം വായിച്ചു, അല്ലെങ്കിൽ നിങ്ങളുടെ ഡ്രീമിന് വേണ്ടി എന്തോ ചെയ്തു, അങ്ങനല്ല. അത് ക്ഷമയോടും സ്ഥിരതയോടും പിന്നെ ക്ഷമയോടും കൂടെ അത് ചെയ്യാനായിട്ട് സാധിക്കും. നമ്മുടെ ലക്ഷ്യം ഇതാണ്, അതല്ല നമ്മളവിടെ പോയിരിക്കുകയല്ലല്ലോ. അപ്പോൾ ക്ഷമയോട് സ്ഥിരതയോടൊരു കാര്യം ചെയ്യാനായിട്ട് പറ്റണം. അങ്ങനെയുള്ളവർക്ക് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റും, അവരുടെ ഡ്രീമുകളിലേക്ക് എത്തിച്ചേരാൻ. അല്ലാതെ ഒരു ദിവസം ട്രൈ ചെയ്തിട്ട് എന്താ എനിക്ക് ചെയ്യാൻ പറ്റാഞ്ഞ, എന്താ എനിക്ക് കിട്ടാഞ്ഞ, ഞാൻ കഷ്ടപ്പെട്ടു കിട്ടിയില്ല, അങ്ങനല്ല. നമ്മൾ അത് കൺസിസ്റ്റൻ്റായി ചെയ്യുക. ചിലപ്പോൾ നമുക്ക് പരാജയമായിരിക്കും ഉണ്ടാകുന്നത്, എങ്കിലും അത് ക്ഷമയോടെ നേരിട്ട് വീണ്ടും 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 ആ ലക്ഷ്യത്തിലേക്ക് വേണ്ടി പരിശ്രമിച്ചു കൊണ്ടേയിരിക്കണം. ഇനി അടുത്തത് അദ്ദേഹം പറയുന്ന ഒരു വാക്കുണ്ട്, വെൻ യു വാണ്ട് സംതിങ്, പ്രകൃതി നേച്ചർ നമുക്ക് വേണ്ടി അത് എന്ത് ചെയ്യും, ഗൂഢാലോചന നടത്തിത്തരും അല്ലേ. അപ്പം നമ്മുടെ മനസ്സിൽ നമ്മളൊരു കാര്യം, അതിയായ ഒരു ഡ്രീം, വലിയ ഡ്രീമാണ്, അത് നമ്മളെപ്പോഴും എന്ത് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്, മാനിഫെസ്റ്റേഷൻ ചെയ്തുകൊണ്ടേ മനസ്സിൽ ഇങ്ങനെ അതിനെക്കുറിച്ച് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടേ ഇരിക്കുക, ഞാൻ ഇന്ന ആളാവും, ഇന്നതായി പോകും. അപ്പോൾ നമ്മളിങ്ങനെ എപ്പോഴും ആഗ്രഹിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ പ്രകൃതി പോലെ അത് മനസ്സിലാക്കുകയും, മറ്റുള്ളവർ മനസ്സിലായില്ലെങ്കിലും അല്ല നമുക്ക് മറ്റുള്ളവർ നമുക്ക് അവസരങ്ങൾ തന്നില്ല എങ്കിലും പ്രകൃതി ഇതെപ്പോഴും മനസ്സിലാക്കിക്കൊണ്ടിരിക്കും. എൻ്റെ മനസ്സിലെ ആഗ്രഹം ഇതാണെന്ന് മനസ്സിലാക്കുകയും പ്രകൃതി നമുക്ക് അതിന് അനുയോജ്യമായ അവസരങ്ങൾ ഉണ്ടാക്കി തരികയും. പക്ഷെ അത് അവസരമാണെന്ന് മനസ്സിലാക്കി അതിനു വേണ്ടി പ്രവർത്തിക്കണം. അപ്പം ഇവിടെ നമ്മൾ ചെയ്യേണ്ട എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ നമ്മുടെ ഹൃദയത്തെ പൂർണ്ണമായും വിശ്വസിക്കണം. ഓക്കെ, എന്നിട്ട് ഭയം മാറ്റിക്കളയണം. ഓക്കെ, അപ്പം അങ്ങനെ ഭയം നമ്മൾ എന്ത് ചെയ്യും, എപ്പോഴും പിന്നോട്ട് വലിക്കും. ഇപ്പം തന്നെ നമ്മൾ പപ്പ കൂടിയില്ല എന്ന് പറഞ്ഞ് നമ്മൾ പപ്പയുടെ ആവശ്യത്തിന് വേണ്ടി പോയി എന്ന് പറഞ്ഞ് നമ്മൾ പറയാനുള്ള നമ്മുടെ പിന്നെ അവസരങ്ങൾ എന്ത് ചെയ്യരുത്, ഞാനിതെങ്ങനെ പറയും, എന്നെ കൊണ്ട് പറയാൻ പറ്റുമോ, ഞാൻ പറയുമ്പോൾ എന്തെങ്കിലും തെറ്റ് വരും, അങ്ങനെയൊക്കെ നമുക്കൊരു ഭയം ഉണ്ടായാൽ നമ്മൾ എന്ത് ചെയ്യത് പിന്നോട്ട് വലിക്കും. അപ്പോൾ ഈച്ച് ആൻഡ് എവരി അവസരങ്ങളെ ഉപയോഗിക്കുക. നമ്മളുടെ കഴിവിനെ നമുക്ക് പ്രൂവ് ചെയ്യാനുള്ള ആ അവസരങ്ങളെ കറക്റ്റായി വിനിയോഗിച്ച് ഭയത്തെ ഇല്ലായ്മ ചെയ്ത്, ഭയം വന്നാൽ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞു, ഭയത്തിലേക്ക് ഇറങ്ങി ചെല്ലാനായിട്ട് നമുക്ക് പറ്റണം. അപ്പം എത്ര ഭയം വന്നാലും നമ്മുടെ ലക്ഷ്യത്തിന് വേണ്ടിയുള്ള സാധനമാണെങ്കിൽ, നമ്മുടെ ഡ്രീമിലേക്ക് എത്തിച്ചേരുന്നതാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, അതിലേക്ക് ഇറങ്ങി ചെന്ന് അതിനെ പരാജയപ്പെടുത്തണം. അപ്പം അങ്ങനെ നമ്മുടെ ഹൃദയത്തെ വിശ്വസിക്കണം. ഓക്കെ,
പിന്നെ അപ്പോൾ ഇതൊക്കെയാണ്. ഇനി ഇങ്ങനെയും കൂടി ചിന്തിക്കുക. ഇന്ന് നമ്മൾ എടുക്കുന്ന ഓരോ ചുവടുകളും ഇന്ന് നമ്മൾ ചെയ്യുന്ന ഓരോ സ്റ്റെപ്പുകളും എന്തിനു വേണ്ടിയായിരിക്കണം? നമ്മുടെ ലക്ഷ്യത്തിലേക്കുള്ളൊരു ചുവടാണെന്നും അത് നമ്മൾ സക്സസ്സിലേക്ക് എത്തിച്ചേരുമെന്നും നമ്മൾ വിശ്വസിക്കണം. അപ്പം നമ്മൾ ചെയ്യുന്ന ഓരോ ചുവടും ഓരോ കാൽവെപ്പുകളും അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന ഓരോ ലക്ഷ്യത്തിന് വേണ്ടി ചെയ്യുന്ന ഓരോ വർക്കുകളും നമ്മളെ സക്സസ്സിലേക്ക് എത്തിച്ചേർക്കും എന്ന് പൂർണ്ണമായും വിശ്വസിക്കുക. ആ വിശ്വാസം നമ്മൾ ബൈബിളിൽ പറയത്തില്ലേ, വിശ്വസിക്കുക, നീ എന്ത് ചെയ്യും? ദൈവത്തിൻ്റെ മഹത്വം കാണാം. ഇത് അദ്ദേഹത്തിൻ്റെ ഈ ഒരു പ്രശസ്തമായിട്ടുള്ള ഒരു കോട്ടുണ്ടല്ലോ, അത് ബൈബിളിൽ നിന്ന് എടുത്തതാന്നൊക്കെ പറയുന്നുണ്ട്. ബൈബിളിലും ഉണ്ട്, ഞാൻ ബൈബിളിലുണ്ട്. ഒരിക്കലും അത് കേട്ടാണ് പപ്പ ഇങ്ങനെ വായിച്ചെന്നെ കാണിച്ചത്. കത്തോലിക്കക്കാരുടെ ബൈബിളിലാണ്, ജ്ഞാനത്തിൻ്റെ പുസ്തകത്തിലാണോ എനിക്ക് കറക്റ്റ് ഭാഗം ഓർമ്മയില്ല, ഒരു പുസ്തകത്തിലാണ് അങ്ങനെ പറയുന്നുണ്ട്. പ്രകൃതി പോലും ഈ പോലക്കുയിലെ ഒരു ക്രിസ്ത്യനായിരുന്നു. അയാളുടെ ചെറിയ പ്രായത്തിൽ എന്ത് ചെയ്തു, അയാളുടെ അച്ഛനും അമ്മയൊക്കെ മരിച്ചു പോയി, അങ്ങനെ കണ്ട. ഇനിവേ അദ്ദേഹത്തെ വളർത്തിയത് വല്യപ്പച്ചനും വല്യമ്മച്ചിയായിരുന്നു. അപ്പം കുഞ്ഞു കാലം മുതലേ ബൈബിൾ എടുത്ത് വെച്ചിട്ട് ബൈബിളിലെ കഥകൾ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുമായിരുന്നു. അപ്പോൾ കുഞ്ഞു കാലങ്ങളിൽ കേട്ട് വളർന്ന ആ ബൈബിളിലെ കഥകളും അതിലെ വാക്യങ്ങളും ഒക്കെ അയാൾക്ക് ഒരു ഇൻസ്പിറേഷനായിരുന്നു. പക്ഷേ ഇച്ചിരി മുതിർന്നു കഴിഞ്ഞപ്പോൾ അത് തെറ്റിലേക്കൊക്കെ പോകുന്നുണ്ട്, ഡ്രഗ്സ് അതിനൊക്കെ അഡിക്റ്റായി പോയി, എന്തോ കുടിച്ച എന്തോ അങ്ങനെ ശീലങ്ങളിൽ ഏർപ്പെട്ട് നശിച്ചു പോവുകയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ അങ്ങനെ ഒരിടത്ത് ഇങ്ങനെയൊക്കെ കിടക്കുമ്പോഴൊക്കെയാണ് അദ്ദേഹം ഈ പുസ്തകം എഴുതുന്നതിനെ കുറിച്ച് ആലോചിക്കുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് ദ ആൽക്കെമിസ്റ്റ് എന്ന് പറയുന്ന പുസ്തകം എഴുതിയത്. അപ്പോൾ അതിലാണ് ഇങ്ങനൊരു അപ്പോൾ നമ്മൾ യൂഷ്വലി പറയുന്നത് എന്താണ്, നമുക്കൊരു അതിയായ ആഗ്രഹം ഉണ്ടെങ്കിൽ അതെന്ത് ചെയ്യും, പ്രകൃതി അത് ഗൂഢാലോചന ചെയ്തു തരും എന്ന് ആൽക്കെമിസ്റ്റ് പറഞ്ഞു. ആൽക്കെമിസ്റ്റിൽ പൗലോ കൊയ്ലോ പറയുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. പക്ഷേ ഇത് ബൈബിളിൽ ഒരിടത്ത് ഇങ്ങനെ കോട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ. ഇനി അപ്പോൾ ഇതാണ് എനിക്ക് പറയാനുള്ളത്. ഇനി നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായം പറയാം. വളരെ കറക്റ്റാണ്. നമ്മളെന്ത് ചെയ്യണം, നമ്മുടെ ഹൃദയത്തിനനുസരിച്ച് നമുക്കൊരു ഡ്രീം ഫസ്റ്റ് ഓഫ് ഓൾ ഉണ്ടായിരിക്കണം. അമ്മ നമ്മളൊക്കെ പറഞ്ഞ പോലെ എന്ത് തന്നെയാണ്, അതിനെ അച്ചീവ് ചെയ്യാൻ ഇപ്പോൾ 1% മാറുന്നു ചെയ്യണം ജീവിതത്തിൽ. എപ്പോഴും അതിനുവേണ്ടി കൺസിസ്റ്റൻസി ആയിട്ട് ജീവിതത്തിൽ വിജയിച്ചുകൊണ്ടിരിക്കുക. പിന്നെ ഓരോ പ്രതിസന്ധികൾ വരുമ്പോൾ തളർന്ന് നിൽക്കാതെ അതിന് വേണ്ടി അതിൽ നിന്നും ഉയർന്നു വന്ന് ഊർജ്ജം എടുത്ത് നമ്മൾ എന്ത് ചെയ്യണം, തിരിച്ച് ആ സ്വപ്നത്തിനെ കാണാനും ആ സ്വപ്നത്തിലേക്ക് പോകാനായിട്ട് പഠിക്കണം. പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അതേപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, ജീവിതത്തിൽ കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെല്ലുമ്പോൾ നമുക്ക് നമ്മുടെ വിജയത്തിലേക്ക് എത്താൻ പറ്റും. അതാണ് ആൽക്കെമിസ്റ്റ് എന്ന് പറയുന്ന പുസ്തകത്തിലേക്ക് പറയുന്നത്. ചേച്ചിയുടെ അഭിപ്രായം എന്താണ്? അതെ, വളരെ ശരിയാണ് നിങ്ങൾ രണ്ടുപേരും പറഞ്ഞത്. നമ്മുടെ ജീവിതത്തിൽ നമുക്കൊരു ഡ്രീം ആദ്യമേ ഉണ്ടായിരിക്കണം. അത് നമ്മുടെ ആ ഒരു ഡ്രീമിലേക്ക് എത്തിച്ചേരാനായിട്ട് ഓരോ ദിവസവും നമ്മൾ എന്തെങ്കിലും ബെറ്ററായിട്ട് ചെയ്തു തുടങ്ങുക. അതുപോലെ തന്നെ ആ ഒരു ഡ്രീം കൺസിസ്റ്റൻ്റായിട്ടും ഡിസിപ്ലിനോടെ ചെയ്യാൻ പറ്റുക. നമ്മൾ ചെയ്യുന്നൊരു കാര്യം റിലൻറ്റസ് ആയിരിക്കണം, അതുപോലെ തന്നെ സ്ഥിരമായിരിക്കണം. അതുപോലെ അത് എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കണം. അതായത് ഒരു ഡ്രീം അടുത്ത പ്രാവശ്യം വരുമ്പോൾ കുട്ടികൾ എന്ന് പറഞ്ഞാൽ അങ്ങനെ തന്നെയാണ്. നമുക്ക് കുഞ്ഞു പ്രായത്തിൽ ഒരു IAS ഓഫീസർ ആവണമെന്നായിരിക്കും ചിലപ്പോൾ വരുമ്പോൾ, ഒരു ഡിഗ്രി അല്ല ഒരു 12th ഒക്കെ ആകുമ്പോഴത്തേക്കും എനിക്ക് MBBS എടുത്ത് ഡോക്ടർ അങ്ങനെയൊക്കെ ആവണമെന്നൊക്കെ ആയിരിക്കും കുട്ടികളുടെ. അപ്പോൾ അങ്ങനെ ആയിരിക്കും നമുക്ക് ആ ഒരു പ്രായത്തിൽ നമ്മൾ പിന്നെ മെച്ചോർഡ് ആകുമ്പോൾ നമുക്കറിയാം നമ്മളുടെ ഒരു ഡ്രീം കൺസിസ്റ്റൻ്റ് ആയിരിക്കണം, എപ്പോഴും ഉറച്ചതായിരിക്കണം. ആ ഡ്രീമിന് വേണ്ടി എപ്പോഴും വർക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കാം. നമുക്ക് കിട്ടുന്ന ഒഴിവ് സമയങ്ങളിൽ അതിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കാം. അങ്ങനെയാണ് എങ്കിൽ നിങ്ങളുടെ ദൃഢമായ പൂർണ്ണമായ ഒരു ആത്മവിശ്വാസവും അതിനു വേണ്ടിയിട്ടുള്ള ഡെഡിക്കേഷനും എന്നത് അത് നമ്മൾ വിചാരിക്കും ആരും അത് കാണത്തില്ല, നമ്മൾ ഇത്രയും കഷ്ടപ്പെടുന്നത് ആരും കാണുന്നില്ല, നമുക്ക് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നില്ല. ഇതൊന്നും അല്ല, മറിച്ച് നമ്മൾ എത്ര വർക്ക് ചെയ്യുന്നുണ്ടോ അതിനായിട്ടുള്ള റിസൾട്ട് നമുക്ക് ഉണ്ടായിട്ടില്ല. ഓരോ സക്സസ് നമ്മളിപ്പോൾ ചുറ്റിനും കാണുന്ന ഓരോ സക്സസ്സുകളുണ്ടല്ലോ, ഓരോ വിജയങ്ങളും അതിൻ്റെ നമ്മൾ വിചാരിക്കും അവർ ഇന്ന് ഇങ്ങോട്ട് വന്ന് എത്ര പെട്ടെന്ന് അവരങ്ങ് പോപ്പുലറായി, അവരെന്ത് വിജയിച്ചോ, അവരെന്തൊരു ഭാഗ്യമാണൊക്കെ നമ്മൾ സാധാരണക്കാരവിടെ നിന്ന് പറയും. പക്ഷെ അവരനുഭവിച്ച വേദന, അവരനുഭവിച്ച സ്ട്രഗിൾസ്, അവരനുഭവിച്ച തടസ്സങ്ങൾ അതൊന്നും അവർക്ക് മാത്രമേ അറിയൂ. അവരെന്തുമാത്രം പ്രതിസന്ധികളിൽ കൂടെ കടന്നാണ് ഈ സക്സസ്സിലേക്ക് എത്തിച്ചേരും. അപ്പോൾ അതുകൊണ്ട് ഒരു സക്സസ്സും അങ്ങനെ ചുമ്മാ കിട്ടുന്നതല്ല. യഥാർത്ഥ വിജയമൊന്നും വെറുതെ കിട്ടുന്നതോ ഭാഗ്യമോ ഒന്നുമല്ല. അവരുടെ ഹാർഡ് വർക്കിൻ്റെയും അവരുടെ കഷ്ടപ്പാടിൻ്റെയും എന്താണ് റിസൾട്ടാണ് ഓരോ വിജയം. അപ്പോൾ അതുകൊണ്ട് വിജയം, യഥാർത്ഥമായ വിജയം വേണമെങ്കിൽ ഉറപ്പായി എന്തുണ്ട്, കഷ്ടപ്പാടുണ്ട്, പ്രതിസന്ധിയുണ്ട്, തടസ്സങ്ങളുണ്ട്. പക്ഷേ ആ ഓരോ പ്രതിസന്ധികളിലും ആ കഷ്ടപ്പാടിനെയും ആരാണോ കൃത്യമായി തരണം ചെയ്യുന്നത്, ആരാണോ അതിൽ നിന്ന് മോട്ടിവേഷൻ എടുക്കുന്നത്, അവരായിരിക്കും ജീവിതത്തിൽ വിജയിക്കുന്നത്. അപ്പോൾ ആൽക്കെമിസ്റ്റും പറയുന്ന ഇതാണ്,
നമ്മളൊരു കാര്യം അതിയായി ആഗ്രഹിച്ച് നമ്മൾ അതിനു വേണ്ടി എന്ത് ചെയ്യണം? എത്ര പ്രതിസന്ധി ആയാലും പ്രശ്നങ്ങളായാലും അതിനുവേണ്ടി ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടേയിരിക്കണം. നമ്മൾ ഒത്തിരി വർഷങ്ങളല്ലേ ഒത്തിരി ദിവസങ്ങൾ അതിനുവേണ്ടി വർക്ക് ചെയ്യുന്നുണ്ടായിരിക്കും. പക്ഷെ നമ്മൾ വിജയിക്കുന്ന ഒരു ദിവസമായിരിക്കും എല്ലാവരും നമ്മളെ കാണുന്നത്. അപ്പോൾ അവർ പറയുമോ എന്തൊരു ഭാഗ്യം. അല്ല, മനസ്സിലായപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യുക? അതിയായി ആഗ്രഹിക്കുക, അതിയായി സ്വപ്നം അതിനുവേണ്ടി കാണുക, വർക്ക് ചെയ്യുക. അതിനുവേണ്ടി നല്ലതായി കൺസിസ്റ്റൻ്റായി കൃത്യമായി അത് മറ്റാരും കാണിക്കണമെന്നില്ല. ആരെയും കാണിക്കേണ്ട ആവശ്യമില്ല. പ്രകൃതി അറിഞ്ഞാൽ മതി. പ്രകൃതി നമുക്ക് അതിന് അനുയോജ്യമായ അവസരങ്ങൾ അത് നിങ്ങളോട് ടോക്ക് ചെയ്യാനുള്ള ഒരു വലിയ അവസരമാണ്. മെഡിറ്റേഷൻ പോലെയുള്ള വളരെ മൈൻഡ് എപ്പോഴും ടോക്ക് ചെയ്യാൻ കാര്യങ്ങളൊക്കെ നമ്മൾ നമ്മുടെ ഹൃദയത്തോട് നമ്മുടെ മനസ്സിനോട് ഒരു കണ്ണാടിയുടെ ഫ്രണ്ടിലോട്ടൊക്കെ പോയിട്ട് ഇങ്ങനെ കൈയൊക്കെ അടിച്ച് നമ്മൾ അഫർമേഷൻ പറയുക, വളരെ പോസിറ്റീവ് എനർജിയോടെ ജീവിക്കുക. കണ്ടിട്ടുണ്ടല്ലോ ഈ ആൽക്കമിസ്റ്റിന്റെ ഇത് കേട്ടിട്ട് മോട്ടിവേഷൻ കിട്ടിയിട്ട് നമ്മൾ ഏതൊക്കെ സിനിമകൾ കണ്ടിട്ടുണ്ടാകും. എനിവേ എല്ലാവർക്കും ഒരു പാസ്റ്ററിന്റെ സിനിമയാണെന്ന് തോന്നുന്നു നമ്മുടെ ഫഹദ് ഫാസിൽ അഭിനയിച്ചത്. അതിങ്ങനെ കൈ ഇട്ടിട്ടിരിക്കണം. നമ്മളുടെ ജീവിതത്തിൽ പോസിറ്റീവായിട്ടിരിക്കുക, റിസൾട്ട് ഓറിയൻറ്റഡ് ആയിട്ട് തന്നെ പഠിക്കുക. തോക്കാൻ വേണ്ടിയല്ല, മറിച്ച് ജയിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളെല്ലാം. അല്ല ഞാൻ പറയട്ടെ, അല്ല ഇപ്പം നമ്മൾ ചെസ്സ് കളിക്കാൻ നേരം നമ്മൾ തോക്കാൻ വേണ്ടി ചെസ്സ് കളിക്കരുത്, ജയിക്കാൻ വേണ്ടി ചെസ്സ് കളിക്കണം. അപ്പോൾ തോറ്റു കഴിഞ്ഞാൽ അതാണ് കറക്റ്റ്. അല്ലാതെ ഞാൻ തോക്കുമെന്ന് പറഞ്ഞിട്ട് തോക്കാൻ പോയിട്ട് കളിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ റിസൾട്ട് ഓറിയൻറ്റഡ് ആയിട്ട് തന്നെ ചെയ്യുക. ജീവിതത്തിൽ പരാജയങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അതിൽ റിലേ ചെയ്യാതെ കുറേ പ്രാവശ്യം വീഴും. അത് വീണ് 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 ഒരു സമയമാകുമ്പോൾ അത് നേരെ നിൽക്കും. ഒരു സീഡ്ലിംഗ് എന്ന് പറഞ്ഞൊരു ഇതുണ്ട്, പോൾ ഡംബറിൻ്റെ എങ്ങാണ്ടാണ്. അതിനകത്ത് കാക്കയുടെ അല്ല, സീഡ്ലിങ്ങിൻ്റെ ഉണ്ട്, വേറൊന്നുണ്ട്. ഓക്കെ, അതുണ്ട്. അപ്പം അതിൽ അദ്ദേഹം പറയുന്നതാണ് ഒരു സീഡ്ലിംഗ്. നമ്മൾ ബേസിക് ആയിട്ടുള്ളൊരു എക്സാമ്പിൾ ഒരു സീഡ്ലിങ്ങിൻ്റെ തന്നെ എടുത്താൽ മതി. ആ സീഡ്ലിങ് ഞാൻ ഇവിടെ നിന്നാൽ മതി, ഇപ്പം നിങ്ങളെ കിട്ടും. ഒരു സീഡ്ലിംഗ് എന്ന് പറയുമ്പോൾ രണ്ട് സൈഡിൽ നിൽക്കാതെ ഞാൻ നിൽക്കത്തില്ല. അപ്പം എല്ലാവരും ഇങ്ങോട്ട് വന്നു. വൈഷ്ണവായിരിക്കും. വൈഷ്ണവ് ഞങ്ങളുടെ കേളി അക്ഷക്കൂട്ടത്തിലെ ഒരു കുട്ടി മെമ്പറാണ്. അപ്പോൾ ആ സീഡ്ലിങ്ങിൽ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചെടി അതിൻ്റെ ബേസായിട്ടുള്ള മണ്ണിൽ നിന്ന് വളരെ സ്ട്രഗിൾഡായിട്ടാണ് വെളിയിലേക്ക് വരുന്നത്. അങ്ങനെ വെളിയിലേക്ക് വന്ന എൻ്റെ ബ്രദറായിട്ടുള്ള ബ്രാഞ്ചിനെ അത് വരവേൽക്കുന്നു. അതിന് വേണ്ടിയിട്ട് കുറേ സ്ട്രഗിൾ ഉണ്ടാവും. നല്ല മഴയും നല്ല ഇടിയും മറ്റേ എല്ലാം ഭയങ്കര കാറ്റൊക്കെ ഉണ്ടാകുന്നുണ്ട്. പക്ഷെ അതെന്ത് ചെയ്യുന്നു, ഒരിക്കലും പോവാതെ അവിടെ അതിൻ്റെ മണ്ടയിൽ മണ്ണ് വീഴുന്നുണ്ട്. ഈ വെള്ളം വീഴുന്ന സമയത്ത് അത് നേരെ തെറിച്ച് വീഴുന്നുണ്ട്. പക്ഷെ നമ്മളിത് ഈ ഒരു രീതി മാത്രമല്ല, വേറൊരു രീതിയിലൂടെ നമുക്ക് ചിന്തിക്കാം. അതിനനുയോജ്യമായിട്ടുള്ളൊരു കാലാവസ്ഥ, അതായത് ആ സൂര്യവെളിച്ചം വീഴുന്നു, കറക്റ്റായിട്ട് കിട്ടുന്നു. നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ നമ്മൾ ചിന്തിക്കാം. നമുക്ക് കിട്ടുന്ന ഓരോ കഷ്ടപ്പാടുകളെന്നതും ഒരു പോസിറ്റീവ് രീതിയിൽ ചിന്തിച്ചു കഴിഞ്ഞാൽ അതെല്ലാം എൻ്റെ സക്സസ്സിന് വേണ്ടിയിട്ടാണ്, ഈ നേച്ചർ തരുന്നതാണെന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും എന്തൊക്കെ അവസരങ്ങളാണ് എനിക്കുള്ളത്. ഞാനത് എക്സ്പ്ലോർ ചെയ്യാഞ്ഞിട്ടാണ്, ഞാൻ അതിനു വേണ്ടി ബിഗിൻ ചെയ്യാത്ത ഇനിഷ്യേറ്റ് ചെയ്യാനാണെന്ന് നമുക്ക് തോന്നും. അപ്പോൾ ലെറ്റ്സ് കൺക്ലൂഡ് ദിസ് വീഡിയോ. ദാറ്റ്സ് ഓൾ ഗൈസ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അത് തന്നെ. ഓക്കെ, അപ്പോൾ ബൈ. നീയാ ലിയോണൊക്കെ അവിടെ ലിയോണെ കാണിച്ചു. അത് സ്വന്തം വള്ളി പിടിച്ച് നടക്കുകയാണ്. ഭയങ്കര ഉത്തരവാദിത്തമാണ്. ഓക്കെ, താങ്ക് യു.